Hi friends, Cyber Cafeയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് സ്ക്രീൻ റെക്കോർഡിങ്ങിന്. ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VLC മീഡിയ പ്ലെയർ എന്ന് പറയുന്ന നമ്മൾ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീൻസ് മ്യൂസിക്സ് ഒക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയ പ്ലെയർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള VLC എന്ന് പറയുന്ന ടൂളാണ്, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് VLC ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ക്രീന് മുഴുവനായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് മെനുവിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ VLC പ്ലെയർ ഓപ്പൺ ആയി വരും. സ്വഭാവമായിട്ട് ഇവിടെ കാണുന്ന മീഡിയ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൺവേർട്ട് ഓർ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു 4 ടാബിൾ കാണാൻ, അതിൽ ക്യാപ്ചർ ഡിവൈസ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷനിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന മോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് എത്ര FPS ആണ് നമ്മുടെ റെക്കോർഡിംഗ് വേണ്ടത്. ഞാനിവിടെ 60 കൊടുക്കുന്നുണ്ട്. 60 FPS കുറച്ചുകൂടി സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ കൺവേർട്ട് ഓർ സേവ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രൊഫൈൽ സെലക്ട് ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്യുന്ന H264 എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ താഴെ കാണുന്ന ഡെസ്റ്റിനേഷൻ ഫയൽ, നമ്മൾ എവിടേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടത്, എന്ത് ഫയൽ നെയിമാണ് അത് സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ ഒരു എഡിറ്റിംഗ് ആണ് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് എന്ന് പേര് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഞാൻ മൈ ഡോക്യുമെൻറ്റ്സിലേക്കാണ് സേവ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നു. താഴെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. നമ്മളിത് മിനിമൈസ് ചെയ്യുക, VLC സ്ക്രീൻ മിനിമൈസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണോ റെക്കോർഡ് ചെയ്യേണ്ടത് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു VLC മീഡിയ പ്ലെയറിൻ്റെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്ന ഒരു തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പതുക്കെ അത് എഡിറ്റ് ചെയ്യാൻ പോകുന്നു. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു VLCൻ്റെ ഒരു PNG ഐക്കൺ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ടെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നു. ഹൗ ടു ഡൗൺലോഡ് മീൻസ് VLC മീഡിയ പ്ലെയർ എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു എഡിറ്റിംഗ് ഞാൻ കാണിക്കും. കുറച്ച് ദീർഘനേരം ഞാനിത് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് എത്രത്തോളം മീൻസ് കുറഞ്ഞ സമയത്തിൽ റെക്കോർഡിംഗ് ഓഫ് ആവുന്നുണ്ടോ സ്റ്റോപ്പ് ആവുന്നുണ്ടോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി. ഈ VLC മീഡിയ പ്ലെയറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിറയെ ഫോർമാറ്റിലുള്ള വീഡിയോ റൺ ചെയ്യും എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഹൈ ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ട്രീമിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ് VLC മീഡിയ പ്ലെയർ ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ മിറർ കാസ്റ്റ് പോലെയുള്ള ഓപ്ഷൻസ് നമുക്ക് VLC മീഡിയ പ്ലെയറിൽ അവൈലബിൾ ആണ്. പിന്നെ കംപ്ലീറ്റ്ലി ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്. ഇത് നമുക്ക് ആൻഡ്രോയിഡിനും അവൈലബിൾ ആണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതൊക്കെ ആൻഡ്രോയിഡ് മീൻസ് പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളൊരു സ്വാഭാവികമായിട്ടും നല്ല ഒരു മീഡിയ പ്ലെയർ കൂടിയാണ് VLC എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഫയൽ വെറുതെ ഒന്ന് സേവ് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ അല്ല കാണിക്കുന്നത്, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്ത് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മൾ സേവ് ചെയ്ത ഫയൽ എങ്ങനെയുണ്ട്, ക്ലാരിറ്റി ഉണ്ടോ, റെക്കോർഡിംഗ് ആയിട്ടുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്യുമെൻറ്റിൽ ഫോട്ടോഷോപ്പ് എന്നുള്ള പേരിലായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നത്. പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഫുൾ സ്ക്രീനിലും ഒന്ന് കണ്ടു നോക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.